ഹലോ ഗൈസ്, നമസ്കാരം. ദിസ് ഇസ് നന്ദൻ ആൻഡ് വെൽക്കം ബാക്ക് ടു ബാൾഡ് ആൻഡ് ബിയർഡ് വ്ളോഗ്സ്. പഞ്ചായത്ത് ജെട്ടി എന്ന് പറഞ്ഞ സിനിമ കാണാനുള്ള ഒന്നാമത്തെ കാരണം ഇത് നമ്മുടെ മറിമായൻ ടീമിന്റെ ഒരു സിനിമ ആവിഷ്കാരമാണ്. മറിമായൻ ടീമിനെ കുറിച്ച് നമുക്ക് അറിയാം. അവരുടെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്, അവരുടെ ഒരു പ്രസന്റേഷൻ എങ്ങനെയാണ് നമുക്കറിയാം. നമ്മുടെ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു പരിപാടിയും കൂടിയാണ് മറിമായൻ. സോ അവരിൽ നിന്നൊരു സിനിമ വരുന്ന സമയത്ത് എക്സാക്ട്ലി നമുക്ക് എന്താണ് ഒരു സ്റ്റാൻഡേർഡ്, നമുക്കൊരു സിനിമയുടെ സ്റ്റാൻഡേർഡ് നമ്മൾ പ്രതീക്ഷിക്കും അവരുടെ പെർഫോമൻസ്. അത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം ഒബ്വിയസ്ലി നമ്മൾ ഒരുപാട് സൈക്കോ ത്രില്ലർ, ക്രൈം ത്രില്ലർ, വയലൻസ് സിനിമ ഇങ്ങനെ കണ്ട് അവസാനം നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരേ കാലമായി മലയാളത്തിലേക്ക് ഒരു ഫുൾ കോമഡിയുള്ള സിനിമ ഇറങ്ങിയിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെല്ലാം ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും നല്ല കോമഡി നമ്മൾ റിലാക്സ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്നില്ലത്. അപ്പൊ രണ്ടാമത്തെ കാരണം അത്. സോ എന്നെ സംബന്ധിച്ച് ഈ സിനിമ കണ്ടിറങ്ങുന്ന സമയത്ത് വളരെ നിരാശയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ബിക്കോസ് മേ ബി എന്റെ എക്സ്പെക്ടേഷനിൽ നിന്ന് ഒരുപാട് വഴി മാറി സഞ്ചരിച്ച ഒരു ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി. ഒന്നാമത്തെ ഇതെന്ന് പറഞ്ഞാല് ഈ പഞ്ചായത്ത് ജെട്ടി എന്നുള്ള പേര് ഇവർക്ക് എന്തുകൊണ്ടാണ് ഈ സിനിമ കിട്ടുന്നത് യാതൊരു ഐഡിയ ഇല്ല. ഇനിയിപ്പോ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു രംഗമുണ്ട്. ഇനി ആ രംഗത്തിന്റെ പേരിലാണോ പഞ്ചായത്ത് ജെട്ടി എന്ന് ഇട്ടത് യാതൊരു ഐഡിയ ഇല്ല. പഞ്ചായത്ത് എന്ന് മതിയായിരുന്നു, അല്ലെ ഗ്രാമപഞ്ചായത്ത്, അങ്ങനെ എന്തെങ്കിലും ഇട്ടെങ്കിൽ കുറച്ചും കൂടി ആപ്റ്റ് ആവട്ടെ, കണക്ട് ആവട്ടെ. പിന്നെ ഇതില് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് മൊത്തത്തിലൊരു സിനിമയായിട്ട് എടുക്കുന്ന സമയത്ത് എവിടേക്കോ എന്തൊക്കെയോ പാളിച്ചകൾ നടന്നിട്ടുണ്ട്. അത് എവിടേക്കോ ഒന്നെങ്കിലും സ്ക്രിപ്റ്റിലാവും, അല്ലെങ്കിൽ ഡയറക്ഷനിലാവും, അല്ലെങ്കിൽ അഭിനേതാക്കൾ എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ. ഒരുപാട് മറിമായത്തിൽ തന്നെ അഭിനയിക്കുന്നത് ആ ടീം മൊത്തത്തിൽ ആൾക്കാരുണ്ട്. അതിന് പുറമെ നമ്മൾ ചെറിയ സിനിമകളിലും വലിയ സിനിമകളിലൊക്കെ ഈ ചെറിയ ചെറിയ റോളൊക്കെ പെർഫോം ചെയ്യുന്നവർ, അങ്ങനത്തെ കുറെ ആൾക്കാർ. ഇപ്പൊ ഞാൻ അവരെ പേര് പറയുകയാണെങ്കിൽ തന്നെ മറിമായത്തിലെ സലീം ഹസൻ, മണികണ്ഠൻ, ഉണ്ണിരാജ, രചന, മണീഷ് ഒന്നൂർ, ഉണ്ണി നായർ, രശ്മി അനിൽ, കുളപ്പുള്ളി ലീല, വീണ നായർ, കലാഭവൻ നിയാസ്, റിയാസ് നർമ്മകല, സുധീർ പറവൂർ, സ്നേഹ ശ്രീകുമാർ, പോളി വത്സൻ, മനോഹരി അമ്മ, അരുൺ പുനലൂർ, വിനോദ് കാവൂർ, സേതുലക്ഷ്മി അമ്മ, അങ്ങനെ തുടങ്ങി ഇതിനപ്പുറം കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർ വന്നു പോകുന്നുണ്ട്. പക്ഷെ ഈ സംവിധായകന് എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള, അല്ലെങ്കിൽ അവർക്കൊരു സ്ക്രീൻ സ്പേസ് കൊടുക്കാൻ സംവിധായകൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി അത് തന്നെയാണോ പാളിപ്പോയതെന്ന് അറിയില്ല. ബിക്കോസ് ഈ തുടരെ എല്ലാ സീനുകളാണ്. ഒരാൾക്ക് കുറച്ച് സീൻ കൊടുക്കുന്നു, പിന്നെ ഇവരെ കാണിക്കണം, അപ്പൊ ഇവർക്ക് കുറച്ച് ഒരു പെർഫോമൻസ് സീന്, പിന്നെ മറ്റുള്ള ഒരാൾ വരുന്നു. അനാവശ്യം. അത് ചില സമയത്ത് നമുക്ക് വളരെ അനാവശ്യമായിട്ട് തോന്നുന്നുണ്ട്. ചില സീൻസ് ഒന്നും ചിലപ്പോൾ കണക്ഷൻ ഉണ്ടാവുന്നുണ്ട്. എന്തിനാണ് ഈ സീൻ ഇങ്ങനെ കൊണ്ടുവരുന്നത് നമ്മൾ പെട്ടെന്ന് ആലോചിക്കും. എന്തിനാണ് ഈ സീൻ കൊണ്ടുവരുന്നത്? വെറുതെ അവരെ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട്, അവർക്കൊരു സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലെ എനിക്കൊരു ഫീല് തോന്നി. പിന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ പറയാനില്ല. മണികണ്ഠനായാലും അതെ, നമ്മളെ സലീം ഹസൻ ആയാലും, പിന്നെ അങ്ങനെ വിനോദ് കാവൂര്, പിന്നെ എനിക്ക് ഒരു മനോഹരി അമ്മ ഒരു അമ്മ വേഷം ചെയ്ത ഒരാളുണ്ടായിരുന്നു. മൂപ്പര് അടിപൊളിയായിരുന്നു. പിന്നെ വീണ നായരൊക്കെ ഉണ്ട്, കലാഭവൻ നിയാസ്. അങ്ങനെ നോക്കുന്ന സമയത്ത് പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ ഈ മൊത്തത്തിൽ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സ്കോപ്പിലൊരു സംഭവമായിരുന്നു. ബിക്കോസ് പഞ്ചായത്തിൽ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങൾ, ഭരണപക്ഷം പ്രതിപക്ഷം അവർക്കിടയിൽ ഉണ്ടാവുന്ന സംഭവങ്ങൾ, പഞ്ചായത്തിൽ ഉണ്ടാവുന്ന എന്തൊക്കെ അനിഷ്ട സംഭവങ്ങൾ, മറ്റു പ്രശ്നങ്ങൾ, അപ്പൊ അതിലെ രാഷ്ട്രീയക്കാരുടെ പ്രശ്നങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റിയ റിലവന്റ് ആയ ഒരു ടോപ്പിക് ആയിരുന്നു. പക്ഷെ ഇവർ എടുത്തെടുത്ത് വരുന്ന സമയത്ത് എവിടെയൊക്കെ എന്തൊക്കെ പാളിപ്പോയി എന്നുള്ളൊരു വിഷമമുണ്ട്. ബിക്കോസ് ഇതല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് കാട്ടിക്കൂട്ടൽ എന്നൊക്കെ പറഞ്ഞാല് എന്തിനോ വേണ്ടി എടുത്തു വെച്ചൊരു, അതുവരെ ആ ഒരു ഗ്രാഫ് എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ക്ലൈമാക്സും കൂടി ഒന്ന് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഡീസന്റ് വാച്ച് എന്ന രീതിയിൽ നമുക്ക് ഇതിനെ പറയാം. പക്ഷെ ഇത് ക്ലൈമാക്സ് പോലും അത് വളരെ അരോചകമായിട്ട് അവർ ചെയ്തു വെച്ചു. അത് എനിക്കറിയില്ല, അത് ടൈം കുറവായിട്ടാണോ, അത് പെട്ടെന്ന് എഴുതി കൂട്ടിയതാണോ, ഇനി മടുത്തിട്ടത് എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് എഴുതി കൂട്ടിയതാണോ, ഒരു ഐഡിയ കിട്ടാനിട്ടാണോ, ഒരു ഐഡിയ ഇല്ല. നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. അത് അങ്ങനെ തന്നെ കൊണ്ട് ചുമ്മാ ഫ്ലാറ്റ് ആയിട്ട് ആ ക്ലൈമാക്സ് കൊണ്ട് കളഞ്ഞു തന്നെ ഞാൻ പേഴ്സണലായിട്ട് പറയും. ബിക്കോസ് ഇതിനേക്കാൾ നല്ല രീതിയിലൊക്കെ എടുക്കാമായിരുന്നു. ബിക്കോസ് അങ്ങനത്തെ റിലവന്റ് ആയ ടോപ്പിക് ആയിരുന്നു. പിന്നെ കോമഡി, ഇത് ഞാൻ പറഞ്ഞില്ലേ, കോമഡികൾ ഇങ്ങനെ വാരി വെതറുന്നുണ്ട്. അതേപോലെ കുറച്ച് സെന്റിമെന്റ്സ് അപ്രോച്ച് കുറച്ച് രീതിയിൽ പിടിക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് സീരിയസ് വിഷയങ്ങളും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചില ഡയലോഗ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതൊക്കെ ചില സാധനങ്ങൾ കോമഡിയൊക്കെ കുറച്ചൊക്കെ കണക്ട് ആവുന്നുണ്ട് നമ്മളിൽ. കുറച്ച് ഗ്രാഫൊക്കെ ഉയർത്തുന്നുണ്ട് സിനിമേന്റെ. അതേപോലെ സെന്റിമെന്റ്സ് വരുമ്പോൾ യെസ്, ഒരു പാട്ടൊക്കെ, രണ്ട് നല്ല അടിപൊളി പാട്ടുണ്ട്. ആ പാട്ടൊക്കെ വരുന്ന സമയത്ത്, ഒരു സെന്റിമെന്റ്സ് പാട്ടൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ കഥാപാത്രം കുറച്ച് കണക്ഷൻ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ആ ഒരു ഗ്രാഫ് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അമ്പെ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. ബിക്കോസ് അങ്ങനെയാണ് ആ സിനിമേന്റെ പോക്കുണ്ടായത്. പിന്നെ ഫസ്റ്റ് ഇന്റർവെല്ലിന് മുമ്പ് ഒന്നുമില്ല, ചുമ്മാ സീനുകൾ ഇങ്ങനെ ഇട്ട് വരുന്നുണ്ട്.
അവസാനം ഇടവേള ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒന്നും ഇല്ലാതായിക്കാണ്. അത് അങ്ങനെ ഒരു സംഭവം. പിന്നെ ഇവര് ഭയങ്കര മാസ് സീരിയസ് ആയിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് അയ്യേ ഇത് ഓക്കെ, ഇതിപ്പോ എന്താ അങ്ങനത്തെ ഒരു സംഭവമാണ് നമുക്ക് ഫീൽ കിട്ടുന്നത്. ഭയങ്കരമായി BGM ഒക്കെ കൊടുത്ത് മാസൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായ BGM ഒക്കെ കൊടുക്കുന്ന സീനുകൾ നോക്കുന്ന സമയത്ത് വളരെ ലാഘവത്തോടെ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റൂ, ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് പറയാൻ പറ്റില്ല. അത് അവര് പെട്ടെന്ന് എടുത്തതിന്റെ ആ ഒരു അറ്റംപ്റ്റിന്റെ കുഴപ്പമാണോ കാര്യങ്ങളാണോ, പക്ഷെ ഇത് നല്ല രീതിയിൽ എടുക്കാമായിരുന്നു. ബിക്കോസ് ഈ പെർഫോം ചെയ്യുന്നവരൊക്കെ അത്രയും കാലിബറുള്ള ആൾക്കാരാണ്, അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ ആ സ്ക്രിപ്റ്റിൽ എവിടെയോ ഉള്ള ഒരു പിഴവ് തന്നെ പറയണം. ബിക്കോസ് സ്ക്രിപ്റ്റ് ആണല്ലോ മെയിൻ ആയിട്ട്. സോ ആ സ്ക്രിപ്റ്റും കൂടി നല്ല രീതിയിൽ ശ്രദ്ധിച്ച ആ ഒരു ക്ലൈമാക്സും കൂടി നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡീസന്റ് കോമഡി, ഒരു റിലാക്സ് ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ ആവുമായിരുന്നു പഞ്ചായത്ത് ജെട്ടി. പക്ഷെ മേ ബി ഇത് പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. ചിലപ്പോൾ കുടുംബ പ്രേക്ഷകർക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടാം. അവർക്ക് ചെറിയ ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യും. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വൺ ടൈം വാച്ച് പോലും എനിക്ക് സജസ്റ്റ് ചെയ്യാനാവുന്നില്ല. ബിക്കോസ് അത്രയും, പിന്നെ തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ള ഒരു ഇതും ഇല്ല. OTT ഒക്കെയാണ് ബെസ്റ്റ്. ഇതിൽ OTT ഒരു മൊബൈൽ സ്ക്രീനിൽ കാണാനുള്ള സംഭവങ്ങൾ ഇതിലും എടുത്തു വെച്ചിട്ടുള്ളൂ. അങ്ങനെ രചന നാരായണൻകുട്ടി സിനിമയിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോഴേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഇത് ഒരു വഴിക്ക് നീങ്ങൂല എന്നുള്ളത്. അപ്പൊ അതേപോലെ രചന നാരായണൻകുട്ടി സ്ക്രീനിലേക്ക് വന്നു, ഒരു മാറ്റവും ഇല്ല. പണ്ട് എങ്ങനെയാണോ മൂപ്പര് പെർഫോം ചെയ്ത് കൊളാക്കിയത് അതേപോലെ ഇതിലും വന്ന് പെർഫോം ചെയ്ത് കൊളാക്കിയിട്ടുണ്ട്. ഒരു മാറ്റമില്ല. അതേ സ്ഥായി ഭാവത്തിലാണ് ഇപ്പോഴും ആ ഒരു നടി ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ പഞ്ചായത്ത് ജെട്ടി മുങ്ങിക്ക് നമുക്ക് മറിമായം ഉണ്ട്. സോ ഇതിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് മറിമായത്തിന് 2 എപ്പിസോഡ് കാണാൻ ഞാൻ പോവാണ്. സോ ടേക്ക് കെയർ, ബൈ ബൈ, പീസ്.